ഈ ടാറ്റ കൊടുത്ത് എൻ്റെ കെട്ടിയൻ്റെ ഒപ്പം ഒന്ന് പുറത്ത് ഒരു പൂര ഇടിക്ക് ശേഷം കെട്ടിയനായതുകൊണ്ട് തന്നെ ഒരു പൂരം വഴക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി. കാരണം ലിപ്സ്റ്റിക് ഇടണം, ഇത്രയും ലിപ്സ്റ്റിക് ഇടാം. ഞാനപ്പം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും പല്ല് തേക്കരുതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്ന കാര്യം ഇത്രയും വർഷമായിട്ടും മിനുവിന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടിയുണ്ടായി. അപ്പം മിനു പറഞ്ഞു അയ്യോ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ആദ്യം തന്നെ നോ പറയും എന്ന് പറയും. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ സെറ്റാകത്തില്ല, നമ്മളൊന്ന് സെറ്റാകത്തിൻ്റെ കാരണം ഇത് തന്നെയാന്ന് പറഞ്ഞിട്ട് പൂര വഴക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ പാവമില്ലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അതിനാ പോകാം. പിന്നെയും പോകാമെന്ന് വിചാരിച്ചിറങ്ങിയ പുള്ളിയുടെ ആവശ്യത്തിനല്ല പോന്നെ, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം പിന്നെ രാവിലെ പുള്ളിനെ ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ ഷാർജയെ വിളിച്ചു വരുത്തിയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എന്താ പറയുക പോകാതിരിക്കുന്ന പറ്റത്തില്ല, അത് എൻ്റെ കാര്യമാണ്. ലിപ്സ്റ്റിക് ഇട്ടത് പുള്ളി നോക്കി, ഈ കമ്മലിടാത്തത് പുള്ളി നോക്കിയില്ല. അങ്ങനെ ഞാൻ സമ്മതിച്ചേ. അത് ഞാൻ താഴെ വന്നപ്പോൾ അറിഞ്ഞു. നല്ല തണുത്ത കാറ്റ്. പക്ഷേ ഇന്നിപ്പം തണുപ്പ് കുറച്ച് കുറവുണ്ട്. ഇന്നലെ ഞാൻ ഒരേ തണുപ്പായിരുന്നു, ഒരു രക്ഷയില്ല. കാറ്റ് ചെവിക്കാത്തോടെ കഴിച്ചു പോകുന്നു. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ വിരലിലുണ്ടാവുന്ന കുറച്ച് ദിവസങ്ങളിൽ കാണത്തുള്ളായിരിക്കും വഴക്കില്ലാത്ത. അതെന്താ വഴക്കില്ലാത്തത്? അത് ദിവസങ്ങൾ ഞങ്ങൾ മിണ്ടാറില്ല, ഫോൺ പോലും വിളിക്കാറില്ല. അപ്പം പിന്നെ ആ ദിവസങ്ങൾ ഞങ്ങൾ വഴക്കുണ്ടാക്കാറില്ല. അപ്പോൾ എല്ലാ ദിവസങ്ങളും നല്ല ഇടിയായിരിക്കും. പക്ഷെ പുള്ളി നല്ല മര്യാദ കണ്ടോണ്ട് ചീത്ത എന്നൊരു വാക്ക് പറയില്ല, എന്നെ അടിച്ചിട്ടുമില്ല. പുള്ളിക്ക് ക്ഷമ കൂടുതലാണോ? അതിൽ പുള്ളി ഭയങ്കര ഈ പെണ്ണുങ്ങളെ ചീത്ത പറയുക, പെണ്ണുങ്ങളെ അടിക്കുക, അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഏതോ നല്ല സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരു ഗുണം, അവരുടെ സ്കൂളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിനെ. പുള്ളി അങ്ങനെ ചെയ്യില്ല. അതുപോലെ പെണ്ണുങ്ങൾ വീട്ടിൽ നൈറ്റ് ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ നിൽക്കുക, അത് നൈറ്റ് ഡ്രസ്സാണ്, അതിട്ടിട്ട് പുള്ളി ഇറങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ് പുള്ളി. ഈ 11 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ വഴക്കുണ്ടാകുമ്പോൾ ഞാൻ പറയും ഒറ്റ ഡിവോഴ്സ് 10 വട്ടം ഞാൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ പറയും ഒറ്റ ഒരു കാരണത്തിൽ ഞാൻ എല്ലാവരോടും പറയും, പിന്നെ ഒരു ഫാദർ എന്നുള്ള നിലയിൽ ഞാൻ കണ്ട ഫാദറിനെക്കാട്ടിലും എല്ലാം ബെസ്റ്റായിട്ടുള്ള ഒരാളാണ്. കാരണം കുഞ്ഞ് തിന്നോ, കുഞ്ഞ് വാഷ്റൂമിൽ പോയോ എന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും. വിനു രാവിലെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പോകാൻ വിടുന്ന സമയം ആ കറക്റ്റ് സമയത്ത് വിനു വിളിക്കും. കുഞ്ഞിന് ചെറിയ കാര്യങ്ങൾ പോലും ചോദിക്കും. അങ്ങനെ ഒരു അപ്പനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറയും ആ ഒറ്റൊരു ക്വാളിറ്റിയിലാണ് ഈ ബന്ധം നിലനിൽക്കുന്നത്. അതെൻ്റെ അമ്മ ശരിക്കും മുതലാക്കും. അവൻ പറയും അമ്മ ഭയങ്കരയാ, അപ്പ പോവോ എൻ്റെ പപ്പ പോവാന്നാ പറയുന്നത്. അമ്മ ഭയങ്കരയാണ്. പപ്പനെ അവൻ ശരിക്കും സോപ്പിട്ടും മുതലാക്കും. കണ്ണ് ചിമ്മുമ്പോഴത്തേന് അവന് കണ്ണീര് വരും. അത് കാണുമ്പോൾ തന്നെ അപ്പനങ്ങ് അലിയും. മോനെ വെക്കേഷന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പുറത്തിപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോകുന്നത് ഹസ്ബൻഡൊക്കെ. അപ്പം എനിക്ക് ഒരു ദിവസം ഓഫില്ലായിരുന്നു, ബുക്കിംഗ് ഉള്ളപ്പോൾ ഞാനും പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പുറത്ത് പോകും, നൂറും മോനും എൻ്റെ ഹസ്ബൻഡിനെയും കൂടി ഞാൻ വിട്ടു, നിങ്ങൾ പൊക്കോ, നിങ്ങൾ അടുത്ത് പൊളിക്കാന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പം 100 അന്ന് വൈകുന്നേരം വന്നിട്ട് എൻ്റെ മോനോട് പറയുന്നത് ഞാൻ കേട്ടു, നിനക്ക് എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, ബിക്കോസ് നിൻ്റെ ഫാദർ അത്ര നല്ലതാണ്. ഞാൻ പിന്നെ നമ്മുടെ ഒരു കസ്റ്റമർ ഒരു അറബിയാണ്. അപ്പോൾ ഇന്നാളീ പുള്ളിക്കാരി വന്നെ ഹസ്ബൻഡ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോ കോൾ. അപ്പോൾ ഞാൻ കാണിച്ച് ഇതാ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഇങ്ങനെ സംസാരിച്ചിട്ട് പുള്ളിക്കാരി പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പാവം, നല്ല മനുഷ്യനാ, നീ അവനെ നന്നായിട്ട് ടേക്ക് കെയർ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എടുത്തു, ഞാൻ തരാമെന്ന് പറഞ്ഞു. അതിന് എന്നെ കുറേ ചീത്ത പറഞ്ഞു. അത് നീ എപ്പോഴും അങ്ങനെ പറഞ്ഞ ഏഞ്ചൽ കേൾക്കും, നീ അവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തില്ല ഐ വിൽ കിൽ യു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഫാൻസ് തോന്നും, ഞാൻ ഈ മുതലിനെ കൊടുക്കാൻ റെഡിയാണ്. പോകുന്നുണ്ടോ? അല്ല റബിയുടെ നോക്കട്ടെ, നല്ല വേണമെങ്കിൽ നോക്കാം, എന്നെക്കാട്ടും നല്ല ആൾക്കാരെ നമുക്ക് നോക്കാം. എന്നെ 11 വർഷം സഹിച്ചില്ലേ? അപ്പൊ എന്നെ രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. ഇയാളെ കെട്ടിച്ചിട്ടിട്ട് വേണം എൻ്റെ രാജകുമാരനെ. ഞാൻ എപ്പോഴും പറയും നിങ്ങളല്ല എൻ്റെ രാജകുമാരൻ, എൻ്റെ രാജകുമാരൻ വരുന്നേ നോക്കിക്കൂടെ നല്ലതിന്. അമ്പോ അപ്പൊ മതിയായിട്ടില്ലല്ലേ? രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ലെന്ന് പുള്ളി പറഞ്ഞേ. ഞാൻ രക്ഷപ്പെടാം. നല്ലടി ഉണ്ടോ? നല്ലടി പൂരടി പുള്ളി കൊള്ളാം, പൂരടി ഉണ്ടാകും. ഞാനിട്ട് 1 മാസമൊക്കെ ബ്ലോക്ക് ചെയ്തു ചില കല്ലാത്ത. അപ്പം എൻ്റെ മോൻ ചെയ്യും അമ്മ പപ്പനെ വിളിക്കുന്നില്ല, എന്നിട്ട് പപ്പ മോനെ വിളിക്കും, അമ്മയുടെ അമ്മയെ പപ്പയെ ഒന്ന് വിളിക്കാൻ പറയൂ എന്നൊക്കെ പറയും. ഞാൻ പറയും ഞാൻ വിളിച്ചോളാ ഒന്ന് പറയും. ഈ മോതിലൊന്നുമില്ല, ഞാൻ അധ്വാനിക്കുന്നതാണ്, ഞാൻ ഇച്ചിരി സുഖിമാന. അത് ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വഴക്കിനുള്ള കാരണം. പിന്നെ പണ്ടൊക്കെ എന്ത് പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ ഇപ്പം ഭയങ്കര വ്യത്യാസമുണ്ട്, വയസ്സ് കൂടിയോണ്ടാന്ന് തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും
പറഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കും എല്ലാവരും. പണ്ട് അങ്ങനെയല്ല. ഞങ്ങളുടെ അമ്മയൊക്കെ എന്നോട് പറയും തർക്കിക്കണ്ട, അവൻ എന്ത് പറഞ്ഞാലും നീ ഓക്കെ മൂളും എന്ത് പറയും. പക്ഷെ എൻ്റെ സ്വഭാവത്തിന് നീ തർക്കിക്കും, എന്നിട്ട് ഇടിയാം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എടി അവനിപ്പം രാത്രി 12 മണിയാന്ന് പറഞ്ഞാലും നീ അങ്ങ് സമ്മതിച്ച് കൊടുത്തേക്കണം. അവനോട് തർക്കിച്ച് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല, നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാകും? പിന്നെ അമ്മായിയമ്മയെ എൻ്റെ ചേച്ചീനെയൊക്കെ കയ്യിലെടുത്ത് വെച്ചേക്കും. എൻ്റെ അമ്മ പറയും നിനക്ക് അവനുണ്ടെങ്കിൽ നീ വെക്കും, നീ പ്രതിക്കാൻ പാടില്ല. പക്ഷെ വിനുവിനെക്കളെ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഓ നല്ലവനാണ്, ആ മുതലാണ് ഈ മുതൽ. സത്യം ഞാൻ ദൈവമേ ഇവരെന്ത് വർത്താനം ഈ പറഞ്ഞത്, ഇത്ര നേരം എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം തന്നെ കാല് മാറിയോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. എന്നോട് വഴക്കിട്ട് അപ്പം തന്നെ അമ്മയെ വിളിച്ച് അങ്ങോട്ട് ഭയങ്കര കൊള്ളിയായിരിക്കും അവരുടെ അമ്മയമ്മ മറന്നോക്കെ. പിന്നെ വിനുവിൻ്റെ വേറൊരു ക്വാളിറ്റി, വിനു ഇപ്പം ഗൾഫിൽ വന്നിട്ട് 9 വർഷമായി. പക്ഷെ വിനു ആദ്യം ഞാൻ വന്നിട്ട് 2 വർഷമായതേ ഉള്ളൂ. വിനു നാട്ടിൽ എപ്പം വന്നാലും വിനുവിൻ്റെ അമ്മയ്ക്ക് എന്ത് വാങ്ങുന്നു സെയിം ബ്രാൻഡ്, സെയിം, ഒരു വ്യത്യാസം പോലും വരാം, അതേ എൻ്റെ അമ്മയ്ക്ക് വാങ്ങുള്ളൂ. അതേപോലെ എൻ്റെ സിസ്റ്ററിന് എന്ത് വാങ്ങുന്നു അതെന്നെ വിനുവിൻ്റെ സിസ്റ്ററിന് വാങ്ങുള്ളൂ. അത് ക്വാളിറ്റി. അതേപോലെ നമ്മുടെ വീട്ടിൽ എന്ത് ചോക്ലേറ്റ് കഴിക്കുന്നു അത് തന്നെ വിനു ഒരാൾക്ക് കൊടുക്കുകയുള്ളൂ. വിനു എപ്പോഴും പറയും നമ്മൾ എന്ത് കഴിക്കുന്നു അതേ നമ്മൾ കൊടുക്കാവൂ, നമ്മളൊരു പേരിന് വേണ്ടി ഒരാൾക്ക് അങ്ങനെ പറയും. പുള്ളി എന്തും അങ്ങനെ വാങ്ങിക്കാറുള്ളൂ. നമ്മളെന്ത് കഴിക്കുന്നു, നമ്മളെന്ത് പെർഫ്യൂം എടുത്ത് തന്നെയായിരിക്കും. അതും എനിക്ക് അത് പുള്ളിയാണ് ആക്ച്വലി എന്നോട് പറഞ്ഞത്. നമ്മളൊരു പേരിന് വേണ്ടി ഒരു മനുഷ്യനും ഒന്നും കൊടുക്കാൻ പാടില്ല, കൊടുക്കുകയെന്നെ നല്ല മനസ്സോട് കൊടുക്കുക, നമ്മൾ യൂസ് ചെയ്യുന്നത് കൊടുക്കുക. അങ്ങനത്തെ നല്ല സ്വഭാവമുണ്ട്. ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല, നല്ല മനുഷ്യനാണ്. വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങെത്തി. അങ്ങനെ എപ്പോഴും ഇവിടെ വരുന്ന ടാക്സി എടുത്തിട്ട് വിനു വരാറുള്ളൂ. പക്ഷേ എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറയും നടക്കാം, ഇപ്പം നല്ല ക്ലൈമറ്റും ആയാലും നടക്കാം, സുഖമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ എത്തി. ഇപ്പം നമ്മളോട് 11:45 45 ആവും, അവരെത്തിയിട്ടുണ്ട്. അപ്പം ഇനി അവരെ മീറ്റ് ചെയ്തിട്ട് കാണാം.